തെറ്റിനെ ന്യായീകരിക്കാൻ CPM-കാരനല്ല താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് മന്ത്രി PC വിഷ്ണുനാഥ്. പൊതുമധ്യത്തിൽ വന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വിഷ്ണുനാഥ്. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ 2 മണിക്കൂർ മന്ത്രിയെ കാത്തിരുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നീരസം പരസ്യമായി പറഞ്ഞിരുന്നു. അടൂരിനെ പോലെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മുതിർന്ന സംവിധായകനായ ഒരാൾ 2 മണിക്കൂർ കാത്തിരുന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയാക്കിയിരുന്നു. ഇവിടെ വേണമെങ്കിൽ മന്ത്രിക്ക് എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാമായിരുന്നു. എന്നാൽ ഇവിടെയാണ് മറ്റു നേതാക്കളിൽ നിന്നും PC വിഷ്ണുനാഥിനെ വേറിട്ട് നിർത്തുന്ന ഘടകമുള്ളത്. മറ്റൊന്നുമല്ല, ആ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി അടൂരിനോട് മാപ്പ് പറഞ്ഞ മന്ത്രി വിഷ്ണുനാഥ് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. താൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്നും ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞതായും മന്ത്രി വിഷ്ണുനാഥ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അടൂർ ഗുരുസ്ഥാനീയനാണെന്നും മന്ത്രി പറഞ്ഞു. ഗുരുസ്ഥാനീയനായി കാണേണ്ട ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. മനഃപൂർവ്വമുണ്ടായ വിമർശനമല്ല, സംഘാടകരുടെ ഭാഗത്തു നിന്നും ചെറിയ പിഴവുണ്ടായി. സാർ 2 മണി മുതൽ കാത്തിരിക്കുകയാണെന്ന വിവരം അറിയിച്ചില്ല. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ആത്മാർത്ഥമായി തന്നെ മാപ്പും പറഞ്ഞിരുന്നു. പൊതുപ്രവർത്തകനാകുമ്പോൾ ചിലപ്പോൾ പൂമാലയും കിട്ടും, ഇതുപോലെ ചില അവസരങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഫിലിം സൊസൈറ്റി അസോസിയേഷൻ പരിപാടിയിൽ മന്ത്രി വൈകിയെത്തിയതിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ നീരസം പ്രകടിപ്പിച്ചത്. 2 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടിക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും മന്ത്രി എത്തിയിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ വേദിയിൽ സംസാരിക്കാതെ മന്ത്രിക്കായി കാത്തിരുന്നു. പിന്നാലെ പ്രസംഗിച്ചപ്പോഴാണ് അദ്ദേഹം നീരസം പരസ്യമാക്കിയത്. നേരത്തെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ചർച്ചയ്ക്കായി വിളിച്ച് 1.5 മണിക്കൂർ കാത്തിരിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോകേണ്ടതില്ലെന്ന് അന്ന് തീരുമാനിച്ചതാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവർക്ക് വലിയ തിരക്കുകളുണ്ട്, നമുക്കും ചെറിയ തിരക്കുകളുണ്ടെന്നുമായിരുന്നു അടൂരിന്റെ വിമർശനം. എന്തായാലും ഈ വിവാദത്തിൽ മന്ത്രിയുടെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. അടൂർ സാറെന്നൊക്കെ നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ മനഃപൂർവ്വമായിട്ടുണ്ടായ ഒരു വീഴ്ചയല്ല. ഇന്നലെ നമുക്ക് ഫെസ്റ്റിവൽ ഓഫീസിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫെസ്റ്റിവൽ 24-ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്നോട് സ്റ്റാഫ് പറഞ്ഞു, നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പത്രസമ്മേളനത്തിന് എല്ലാ മാധ്യമപ്രവർത്തകരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, മാധ്യമപ്രവർത്തകരെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിന്ന് ഓണമായിട്ട് ഒരുപാട് തിരക്കുകളുണ്ട്. സംഘാടകരുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പിഴവുണ്ടായി. അടൂർ സാറ് 2 മണി മുതൽ അവിടെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3-4 സെഷൻസ് ഉള്ള ഒരു അക്കാഡമിയുടെ പരിപാടിയല്ല, ഫിൽക്ക സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ കുറേ സെഷൻസ് ഉണ്ട്. അപ്പോൾ ആ സെഷൻസ് നടക്കുമ്പോൾ വന്നു പോയിക്കോളാം എന്ന് അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും വന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി. തീർച്ചയായും എന്നാലും ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതേ അവിടെ ഉള്ളതായിരുന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ 2 മണിക്കൂർ വൈകിയിരുന്നു. ഞാൻ അതിന് ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വേദിയിൽ വെച്ച് തന്നെ ക്ഷമ പറഞ്ഞിരുന്നു. അടൂർ സാറിനെ പോലെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് നമ്മൾ നന്നാവാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം ഗുരുസ്ഥാനീയനാണ്, ഇന്ത്യൻ സിനിമയിലെ മാസ്റ്റേഴ്സിൽ ഒരാളാണ്. ഞാൻ അതിനെ ആ സ്പിരിറ്റിലാണ് കാണുന്നത്. ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാറില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു വേദി ചെല്ലുന്ന സ്ഥലത്ത് ഒരാൾ 1/2 മണിക്കൂർ, ഇപ്പം ഞാനിവിടെ 2 മിനിറ്റ് കൊണ്ട് എന്നെ വിടണമെന്ന് പറഞ്ഞു വന്നതാണ്. സതീശ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് 11:30 മണിക്ക് പിന്നെ ഗവർണർ ക്ഷണിക്കാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് KTDC ചൈത്രത്തിൽ ഒരു പായസമേള ഉദ്ഘാടനം ചെയ്യണം. 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേ സ്നേഹത്തോടുകൂടി 15 മിനിറ്റ് ആയി. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളതാണോ? നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്വാഗത പ്രാസംഗികൻ 1/2 മണിക്കൂർ സ്വാഗതം പറയും, 15 മിനിറ്റ് അധ്യക്ഷ പ്രസംഗിക്കും, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഉദ്ഘാടകനായ നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തൊരു പരിപാടിക്ക് ഒരാൾ 3/4 മണിക്കൂർ നമ്മളെ കാത്തിരിക്കും. പൊതുപ്രവർത്തകരാകുമ്പോൾ പിന്നെ നമുക്ക് പൂമാല കിട്ടും, ഇതുപോലെയുള്ള ചെറിയ ഇത് കിട്ടും. എല്ലാം നല്ലതാണ്. നമ്മളിതിനെ ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞിട്ട് കൂടുതൽ റെഗുലർ ആകാൻ ശ്രമിക്കും. ഇപ്പം നിങ്ങളിവിടെ നിന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ഞാൻ വൈകും.